നമസ്കാരം, ഞാൻ സുമേഷ് യാദംകുളം. ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വരുന്നത് ഈ ക്ലയൻറ്റ് എക്സ്പീരിയൻസ് പ്രൊസീജിയർ ഓഫ് CDPPMC വർക്കിംഗ് മോഡൽ, അതായത് സിറ്റി ബിൽഡേഴ്സ് ആപ്പിലൂടെ വീടുകൾ കെട്ടിയെടുക്കുമ്പോൾ ക്ലയൻസിന് എന്തൊക്കെ സൗകര്യങ്ങൾ കിട്ടുന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് നമ്മൾ ക്ലയൻസിനോട് മാർക്കറ്റിങ്ങിൽ കൂടെ, അതായത് ആഡിൽ കൂടെയൊക്കെ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്, നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ പുറത്ത് പറയുന്നത് ബിൽഡ് യുവർ ഡ്രീം ഹോം ബൈ സേവിങ് അറൌണ്ട് 10% എന്നുള്ള ടാഗ് ലൈനാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അത് മാത്രം ക്ലിയർ. കുറച്ചും കൂടി ഡീറ്റെയിലിൽ പറയുകയാണെങ്കിൽ ബിൽഡ് യുവർ ഡ്രീം ഹോം ബൈ സേവിങ് അറൌണ്ട് 10% അറ്റ് യുവർ പ്ലോട്ട്സ് ഓർ പ്ലോട്ട്സ് പർച്ചേസ്ഡ് ത്രൂ സിറ്റി ബിൽഡേഴ്സ് ആപ്പ്. ഇത്രേ ഉള്ളൂ നമ്മുടെ പ്രോഡക്റ്റ്. വെരി ക്ലിയർ. വേറെ ഒരു നത്തിങ് ലെസ് നത്തിങ് മോർ. ഇതിനെയാണ് നമ്മൾ എംഫസൈസ് ചെയ്ത് പോകുന്നത്. ക്ലിയർ. അപ്പോൾ അങ്ങനെയാണ് ഈ ക്ലയൻറ്റ് എൻക്വയറി ചെയ്യുമ്പോൾ ഈ ആഡ് കണ്ടിട്ടായിരിക്കുമല്ലോ ക്ലയൻറ്റ് എൻക്വയറി ചെയ്യുക. അതായത് ക്ലയൻറ്റിന് സ്വന്തമായിട്ട് പ്ലോട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത് വേറെ ഏതെങ്കിലും പ്ലോട്ടുകൾ നമ്മുടെ സിറ്റി ബിൽഡേഴ്സ് ആപ്പിൽ കൂടെ കണ്ടുപിടിച്ചിട്ടോ അവിടെ വീട് 10%ഓളം സേവ് ചെയ്ത് ബിൽഡ് ചെയ്യാതെ കണ്ടിട്ട് ക്ലയൻറ്റ് എൻക്വയറി ചെയ്യുമ്പോൾ ആ എൻക്വയറി ചെയ്യുന്ന ക്ലയൻറ്റിന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ആദ്യം മനസ്സിലാക്കേണ്ടത് ക്ലയൻറ്റിൻ്റെ സാഹചര്യം, അവരുടെ കുടുംബ പശ്ചാത്തലം, എന്തിനാണ് അവർ നമ്മളെ വിളിക്കുന്നത്, അവരുടെ റിക്വയർമെൻറ്റ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. റൈറ്റ്. അണ്ടർസ്റ്റാൻഡിങ് ദ ക്ലയൻറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്പർ 2, ലൊക്കേഷൻ നമ്മൾ മനസ്സിലാക്കുക. ഏത് ലൊക്കേഷനിലാണ് അവർക്ക് വീട് വയ്ക്കാൻ ഇഷ്ടം, അവർക്ക് ലൊക്കേഷൻ ഉണ്ടെങ്കിൽ എവിടെ ആ ലൊക്കേഷൻ. നമ്പർ 3, ബഡ്ജറ്റ് സുമാർ 40 ലക്ഷമാണോ 50 ലക്ഷമാണോ 80 ലക്ഷമാണോ ബിക്കോസ് ഓരോ ബഡ്ജറ്റിനുള്ള ആളുകളുടെ റിക്വയർമെൻറ്റും അവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യേണ്ടതും അവരുടെ എല്ലാ വ്യത്യാസവും ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോ ആളുകളുടെ കാഴ്ചപ്പാടുകൾ. അപ്പോൾ അതിനനുസരിച്ച് ബഡ്ജറ്റും കഴിച്ച് കഴിഞ്ഞാലോ ഐതർ നമ്മുടെ കയ്യിൽ നിന്നാണോ പൈസ, ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്നാണോ പൈസ, ഇല്ല മിക്കവാറും ആളുകൾക്ക് ലോൺ പോകേണ്ടി വരും സ്വാഭാവികമായും. അപ്പോൾ ലോൺ പോകണമെങ്കിൽ എലിജിബിലിറ്റി എന്താണ്, അവർക്ക് ലോൺ എത്ര രൂപ കിട്ടാൻ സാധ്യതയുണ്ട്, സ്കോപ്പ് ഉണ്ട് എന്ന് അറിയണം. എലിജിബിലിറ്റി നമ്മൾ മനസ്സിലാക്കിയെടുക്കും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ 4 പോയിന്റുകൾ, അതായത് റിക്വയർമെൻറ്റ്, ക്ലയൻറ്റ് റിക്വയർമെൻറ്റ്, ലൊക്കേഷൻ, ബഡ്ജറ്റ്, എലിജിബിലിറ്റി, ഈ 4 പോയിന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് ക്ലയൻറ്റിൻ്റെ അടുത്ത് ആദ്യം കൺവേ ചെയ്യേണ്ടത്, അത് ബൈ വേ ഓഫ് ടെക്സ്റ്റ് ആണെങ്കിലും ബൈ വേ ഓഫ് കോൾ ആണെങ്കിലും ഒക്കെ ആദ്യം കൺവേ ചെയ്യേണ്ടത് നമ്മൾ കൺവെൻഷണൽ മെത്തേഡിലുള്ള ഒരു ബിൽഡറോ കോൺട്രാക്ടറോ അല്ലാതെ ബോധിപ്പിക്കലാണ്. എന്നാൽ പിന്നെ എന്താണ്, സോ വാട്ട്? ക്ലയൻറ്റിന് സ്വാഭാവികമായിട്ട് ചോദ്യം ഉണ്ടാകും, സോ വാട്ട്? നമ്മളൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. എന്തുപോലെ ആമസോണോ ഫ്ലിപ്കാർട്ടോ ഒക്കെ പോലെ, അതുപോലെ സിമിലർ മോഡലിലുള്ള കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ വേർ clients can build their dream home fully customized, fully കാല് തുടയ്ക്കുന്ന ചവിട്ടി തിരുമ്പട കല്ല് മുതൽ പ്രെയർ റൂം വരെ കസ്റ്റമൈസ് ചെയ്ത് ഡ്രീം ഹോംസ് 10% സേവ് ചെയ്തുകൊണ്ട് ബിൽഡ് ചെയ്യാനുള്ള സംവിധാനമാണ് ഞങ്ങളുടെ കൺവെൻഷൻ മെത്തേഡിലുള്ള ബിൽഡറോ കോൺട്രാക്ടറോ അല്ല എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ടോ കൂടുതൽ കുറേ ക്ലയൻസ് നമ്മളിലൂടെ വീടുകൾ കെട്ടുന്നത് കൊണ്ട് നമ്മൾക്ക് ഇവിടെ നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ഗോദ്രേജ് മുതൽ ഏഷ്യൻ പെയിൻറ്റ്സ് വരെയുള്ള കമ്പനികൾ 5 മുതൽ 50% വരെ ഡിസ്കൗണ്ട് തരേണ്ടതും, ആ ഡിസ്കൗണ്ട് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് കൂടെ ഡയറക്റ്റ് ആയിട്ട് ക്ലയൻസിന് കൊടുക്കുന്നത് കൊണ്ട് ക്ലയൻസിൻ്റെ പ്ലോട്ട് ഉണ്ടെങ്കിൽ അവിടെയോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് കൂടെ പ്ലോട്ട് കണ്ടെത്തിയിട്ടോ 10%ഓളം കോസ്റ്റ് സേവ് ചെയ്തിട്ട് അവർ ഡ്രീം കസ്റ്റമൈസ്ഡ് ഹോം ക്വാളിറ്റിയിൽ ബിൽഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റണം. ക്ലിയർ ആയോ? ഇനി അതേമാതിരി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സൈസ് ഓഫ് ഹോം, ഇതൊക്കെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കൺവേ ചെയ്യേണ്ടതാണ്. പിന്നെ സൈസ് ഓഫ് ഹോം അവിടെ മാർക്കറ്റിംഗ് നമ്മുടെ ഓൺലൈനിൽ തന്നെ നിറയെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റിൽ കൂടെ ആണെങ്കിലും പറയുകയാണെങ്കിലും ചെയ്യേണ്ടത്, നമ്മൾ 3 ബെഡ്റൂംസ് ഒക്കെ ചെയ്യുന്നത് 850 സ്ക്വയർ ഫീറ്റ് മുതൽ 2300 സ്ക്വയർ ഫീറ്റ് വരെയുള്ള 3 ബെഡ്റൂം, അതാണ് ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രാക്കറ്റ്. പിന്നെ 3000, 4000 അതൊക്കെ ക്ലയൻറ്റ് ടു ക്ലയൻറ്റ് ഡിഫർ ആയിരിക്കും. പക്ഷേ ഈ ബ്രാക്കറ്റിനുള്ളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പ്ലോട്ടുകൾ നമ്മുടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്ലോട്ടിൻ്റെ കൃത്യമായിട്ടുള്ള വില 1,43,263 രൂപയാണ്. അതന്നെ പറയണം. റീസൺ എന്താ പറയുക, ക്ലയൻറ്റ് കൺഫ്യൂസ്ഡ് ആയിട്ട് സാധാരണ കൺവെൻഷണൽ മെത്തേഡിൽ നടക്കുന്ന പോലെ പുറത്തുള്ളത് പോലെ വന്നിട്ട് നാളെ 1 ലക്ഷമാണോ 1.5 ലക്ഷത്തിന് കുറച്ച് ബാർഗിൻ ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിക്കാതിരിക്കാൻ എന്തായിരിക്കാം, നമ്മുടെ പ്രൈസിങ് എന്ന് പറയുന്നത് അത്രയും സ്പെസിഫിക് ആയിരിക്കും. 1,43,623 രൂപ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം ക്ലയൻറ്റ്സ്. ഇന്ന ലൊക്കേഷനിൽ ഇന്നതാണ് പ്രൈസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഐതർ ടെക്സ്റ്റ് കൂടെ എഴുതി കൂടെയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അതായത് അതിന് ബൈഫ്രിക്കേറ്റ് ചെയ്തിട്ടാണ് പറയേണ്ടത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞാൻ സൂചിപ്പിക്കുകയാണെങ്കിൽ 1,575 രൂപ, ഇറ്റ് മേ ഡിഫർ
കാലങ്ങൾക്കും സ്ഥലത്തിനും ലൊക്കേഷനും ജിയോഗ്രഫിക്കൽ പൊസിഷനുസരിച്ചുകൊണ്ട് മാറും. 1575 രൂപ വീടിൻ്റെ മാത്രം വരും. പുട്ടി ഫിനിഷ് എല്ലാം ചെയ്തിട്ടുള്ള ഫിനിഷ് ചെയ്യുന്നത്. പിന്നെ ഏകദേശം ഒരു 10% അതിൻ്റെ കോമ്പൗണ്ട് വാള്, ഗേറ്റ്, മറ്റേ കാർ പോർച്ചിലെ ടൈല്, വെല്ല്, അതായത് വാട്ടർ സോഴ്സ്, ഇതെല്ലാം ഉണ്ടാക്കുന്നതിന് സുമാർ ഒരു 10% കോസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു 5% വരിക ഈ മറ്റേ ഡ്രോയിങ് വരയ്ക്കുന്നതിന്, മറ്റേ ടെമ്പററി ഇലക്ട്രിസിറ്റി കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന്, ആ ഇലക്ട്രിസിറ്റി കണക്ഷൻ്റെ ചാർജ്, സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ്, അങ്ങനെ അതെല്ലാം കൂടി വരുമ്പോൾ സുമാർ ഒരു 5%. പിന്നെ ഇത്രയും സർവീസസ് ഡിജിറ്റലി ചെയ്യുന്നതിനും ഈ എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസ് ചെയ്യുന്നതിനും ഇതിനെല്ലാം കൂടിയിട്ടുള്ള നമ്മുടെ കോസ്റ്റ് ആയിട്ടുള്ള അറൗണ്ട് 15% കൂടി കൂടുമ്പോൾ 15% കൂടി കൂടുമ്പോൾ സുമാർ 2100 to 2200 ആവും. അല്ലാതെ നേരെ 2100 2200 എന്ന് പറഞ്ഞിട്ട് ക്ലയൻറ്റ് തെറ്റിദ്ധരിപ്പിക്കരുത്. അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും വല്ല ലോക്കലി അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പോയിട്ട് വീണ്ടും തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ കൺവെൻഷണൽ മെത്തേഡിലുള്ള ബിൽഡേഴ്സ് കോൺട്രാക്ടർ പോയിട്ട് എന്ത് ചെയ്യും, ഞങ്ങൾ 1900 തരാം, എന്നിട്ട് കെട്ടിക്കഴിയുമ്പോഴാണ് മനസ്സിലാവുക വീട് മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലാക്കാൻ മതി. അപ്പം അതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ഈ പറഞ്ഞു കൊടുക്കുന്നത് അതെന്തിനാണ് പറയണമെന്നുള്ളതിൻ്റെ ആ എസെൻസ് മനസ്സിലാക്കിയിട്ട് വേണം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അത് കൺവേ ചെയ്യാൻ. ഇതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു കൊടുക്കേണ്ടത് 3 തരത്തിലുള്ള വീഡിയോസ് ഞങ്ങൾ അയക്കുന്നുണ്ട്. പ്ലേലിസ്റ്റുകൾ വീഡിയോസിൻ്റെ അതെങ്ങനെ പ്ലേ ചെയ്യേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കും. ആ പ്ലേലിസ്റ്റുകളിൽ എന്താ ഉണ്ടാവുക, ആദ്യം ഒന്ന് ഈ CDPPMC മോഡൽ അല്ലെങ്കിൽ സിറ്റി ബിൽഡേഴ്സ് ആപ്പിൻ്റെ വർക്കിംഗ് മോഡൽ, ഇത് നമ്മുടെ അടുത്ത് മാത്രമുള്ളതായതുകൊണ്ട് അത് എന്താണെന്ന് പറയുന്ന CDPPMC മോഡൽ എന്താണെന്ന് വ്യക്തമാക്കുന്ന വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് ഞങ്ങൾ അയക്കുന്നുണ്ട് സാർ. അത് നിങ്ങൾ കാണും അല്ലേ മാഡം. 2, ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള കുറേ വീടുകളുടെ ഹോം ടൂർ വീഡിയോസ് നിങ്ങൾ അയച്ചു തരുന്നുണ്ട് മാഡം. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആ വീടിൻ്റെ ഒരു ക്വാളിറ്റി ബാക്കിയുള്ളതൊക്കെ നമുക്ക് വെർച്വലി മനസ്സിലാവും. ക്ലിയർലി. 3, അതേപോലെ നമ്മൾ വീട് ചെയ്തു കൊടുത്തിട്ടുള്ള ക്ലയൻസിൻ്റെ റിവ്യൂസ് ഉള്ള വീഡിയോസ് സാർക്ക് അയക്കുന്നത്. അപ്പോൾ അതും മാഡത്തിന് അയക്കുന്നത്. അതും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിയിൽ വീട് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ഫാമിലിയുടെ ഒരു ഡ്രീം അല്ലേ. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് എന്തുണ്ടാവും, കുറേ ആളുകളുണ്ടാവും. ആ എല്ലാ ആളുകൾക്കും ഈ എല്ലാ വീഡിയോസും മാഡം അല്ലെങ്കിൽ സാറ് ഫോർവേഡ് ചെയ്യും. എന്നിട്ട് അവരിതെല്ലാം ഇരുന്നാലാണ് നമ്മൾക്ക് അടുത്ത സ്റ്റേജ് പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. എന്നിട്ട് അവരുടെ അടുത്ത് പറയണം, ഞങ്ങളുടെ സെയിൽസ് ടീമെന്ന്, ഞങ്ങൾ മാർക്കറ്റിംഗ് ടീം എന്നാണ്, സെൻട്രലൈസ്ഡ് ആണ്, ഞങ്ങളുടെ സെയിൽസ് ടീം എന്ന് ഇന്ന ആൾ DSM ഡെപ്യൂട്ടി സെയിൽസ് മാനേജർ ഇന്ന ആൾ ആയിരിക്കും നിങ്ങളെ വിളിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതോടുകൂടി മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഏകദേശം ഇനി അപ്പുറത്തേക്ക് പോകണമെങ്കിൽ പോവാം. പക്ഷേ ഇതുവരെ ഉള്ളത് വളരെ എനർജറ്റിക് ആയിട്ട്, വളരെ ലൈവായിട്ട്, വളരെ ഹോപ്പ്ഫുള്ളായിട്ട് ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ക്ലിയർ റെസ്പോൺസിബിലിറ്റി. യെസ്, അപ്പുറത്തേക്ക് എന്താ പീപ്പിൻ പീപ്പൗട്ടൊക്കെ എവിടേക്ക് വേണമെങ്കിൽ നമുക്ക് പോകാം. ബിക്കോസ് ക്ലയൻറ്റ് ചോദിക്കുന്ന കുറയ്ക്കനുസരിച്ച് ചെറിയ മാറ്റങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് സംസാരിച്ചാലേ ആ ഹോപ്പ് കിട്ടുള്ളൂ. അടുത്തത് നമ്മുടെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് എൻട്രി ആണ്. DSM, നേരത്തെ പറഞ്ഞ DSM എൻട്രി ചെയ്യും. DSM എൻട്രി ചെയ്താൽ ആദ്യം അവർ ചെയ്യേണ്ടത് ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള കോളുകളുടെയോ അല്ലെങ്കിൽ അവരുടെ ഡാറ്റ എൻട്രി ചെയ്തിട്ടുള്ളതിൻ്റെ അത് മുഴുവൻ മനസ്സിലാക്കിയിട്ട് അതിൽ സസ്പെക്റ്റിങ്ങും പ്രോസ്പെക്റ്റിങ്ങും ആ ക്ലയൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കി ആ ക്ലയൻറ്റ് എവിടെയാണ്, എന്താണ്, എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ഒന്നും കൂടി തിങ്ക് ചെയ്ത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയ ഡാറ്റ ഒന്നും കൂടി ആ ക്ലയൻറ്റിനെ വിളിച്ചിട്ട്, ബിക്കോസ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ലോക്കലായിരിക്കും, അവിടെ നിന്ന് വിളിച്ചിട്ട് റീകൺഫേം ചെയ്യണം. സാർ ഇന്നലല്ലേ വർക്ക് ചെയ്യുന്നത്, ഇത്രയല്ലേ സാറ് ബഡ്ജറ്റ്, ഇന്ന കാരണം കൊണ്ടല്ലേ ഇന്ന ലൊക്കേഷൻ പറയുന്നത്, അവിടെ ഇന്ന രീതിയിലുള്ള വീട് കെട്ടാനല്ലേ സാറ് ഉദ്ദേശിക്കുന്നത്, ഇന്നതല്ലേ സാറുടെ ബഡ്ജറ്റ്, ഇന്നതല്ലേ സാറുടെ മറ്റേ എലിജിബിലിറ്റി, സാർക്ക് ഇത്രയല്ലേ ലോൺ കിട്ടാൻ സാധ്യത, ഏത് ബാങ്കിന്, അങ്ങനെ സംസാരിച്ചിട്ട് ക്ലയൻറ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ക്ലയൻറ്റിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ വർക്കിംഗ് മോഡലിൽ. ക്ലയൻറ്റിനെ മനസ്സിലാക്കാതെ ബാക്കി എന്ത് തീരുമാനം എടുത്താലും ആ തീരുമാനം പാടും, ബിക്കോസ് ഫണ്ടമെൻ്റൽ കറക്റ്റ് ഇല്ലാതെ. അങ്ങനെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ആദ്യത്തെ പാർട്ടാണ് ബിൽഡ് എ സ്ട്രോങ് റിലേഷൻഷിപ്പ് വിത്ത് ദ ക്ലയൻറ്റ്. ക്ലയൻറ്റിന് തോന്നണം എൻ്റെ റിക്വയർമെൻറ്റ്, ബിക്കോസ് 2 കാരണവശാലാണ് നമ്മുടെ അടുത്തേക്ക് അവർ വരുന്നത്. ഐദർ നമ്മൾക്ക് അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കില്ലുണ്ടെന്ന് അവർക്ക് തോന്നണം, അല്ലെങ്കിൽ അവരുടെ ഗോളിലേക്ക് അവരെ എത്തിക്കാൻ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും തോന്നണം. ഈ 2 കാരണം കൊണ്ടാണ് ലോകത്ത് ഒരു ക്ലയൻറ്റ് ഒരാളിനെ അപ്രോച്ച് ചെയ്യുള്ളൂ. റൈറ്റ്. അപ്പോൾ ഈ തോന്നലുകൾ അവർക്ക് ഉണ്ടാവണമെങ്കിൽ എന്താവണം, നമ്മൾ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും, റിച്ച് ആയിരിക്കാം നോളജിൽ ആ പർട്ടിക്കുലർ സബ്ജക്റ്റിൽ. നമ്മുടെ സബ്ജക്റ്റ് അല്ലേ, ക്ലിയർ ആയോ? അങ്ങനെ നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത്, ഇതാണ് സെയിൽസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്തത് സെയിൽസിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മളുടെ സൈറ്റിലേക്ക്, അതായത് വർക്ക് നടക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ബിക്കോസ് ഈ ക്ലയൻറ്റിനും ക്ലയൻറ്റിൻ്റെ ഫാമിലിക്കോ അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ റിലേറ്റീവ് ആ ഡിസിഷൻ മേക്കേഴ്സിലുള്ള എല്ലാ ആളുകൾക്കും എന്ത് മനസ്സിലാവണം, 3 കാര്യങ്ങൾ മനസ്സിലാവേണ്ട രീതിയിലാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലാവേണ്ട കാര്യം നമ്പർ 1, സാറ്
അല്ലെങ്കിൽ മാഡം നിങ്ങളുടെ ഡിസിഷൻ മേക്കേഴ്സ് എല്ലാവരും കൂടി നമ്മുടെ സൈറ്റ് വിസിറ്റിന് നിങ്ങൾ വരണം. സൈറ്റ് വിസിറ്റ് വരുന്നത് എത്ര മണിക്കായിരിക്കണം? കൃത്യം 1:59 PM ഞങ്ങളുടെ സൈറ്റിലുണ്ടാവും, പറയുന്ന സൈറ്റിൽ. ബിക്കോസ് സാധാരണഗതിയിൽ ഒരു 3 മണിക്കൂറെങ്കിലും എടുക്കും. എന്തിനെ 1:59 എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈമിൽ അത്രയും കോൺഷ്യസ് ആണ് എന്ന് ബോധിപ്പിക്കാനാണ് 1:59. നമ്മൾ 1:58 ഉണ്ടാവും വേണോ സ്ഥലത്ത്, റൈറ്റ്? സെയിൽസിൻ്റെ ആളുകൾ അങ്ങനെ 1:59 വന്നാൽ 5 മണി വരെ സുമാർ നിങ്ങൾ ടൈം റിസർവ് ചെയ്ത് വെച്ചിട്ട് വരണമെന്നുള്ളതും അവരുടെ ഫോണിൽ കൂടെ തന്നെ വിളിക്കുമ്പോൾ ആ സ്ക്രിപ്റ്റ് മുഴുവൻ സാർ എന്തിനാണ് സൈറ്റിൽ വരുന്നതെന്ന് പറഞ്ഞാൽ സാർക്ക് അവിടെ വരുമ്പോൾ ഒരു 10 മുതൽ 25 വീടുകൾ വരെ 850 സ്ക്വയർ ഫീറ്റ് മുതൽ 2300 3000 എത്ര ആക്ച്വലി ഉള്ളവർ അത്ര സ്ക്വയർ ഫീറ്റ് വരെ ഉള്ള വീടുകൾ നിങ്ങൾ നേരിട്ട് ഫൗണ്ടേഷൻ മുതൽ ഫിനിഷ് ആവണ വരെയുള്ള വിവിധ സ്റ്റേജുകളിൽ നിൽക്കുന്നുണ്ടാവും. അത് നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ്റെ ക്വാളിറ്റി ബോധ്യപ്പെടും. അപ്പോൾ സൈറ്റ് വിസിറ്റിന് വരുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണ് ക്ലയൻറ്റിന് കിട്ടാൻ പോണത്? ബിക്കോസ് ബർഗറിങ് മെത്തേഡിലാണ് നമ്മൾ പറയാവും. സാർക്ക് അതെല്ലാം ഈ 10-25 വീടുകൾ നേരിട്ട് കാണുമ്പോൾ ഞങ്ങളുടെ ക്വാളിറ്റി ബോധ്യപ്പെടും. പോയിന്റ് നമ്പർ 1. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ഓർമ്മിക്കുന്നത്, എപ്പോഴും ഏത് സമയത്തും 99 പോളിസി എന്നുള്ളത് നമ്മൾ അപ്ലൈ ചെയ്യണം. സെയിൽസിലും മാർക്കറ്റിങ്ങിലും എല്ലാവിടെയും. ഒരു കാരണവശാലും 100 നമ്മുടെ അടുത്തുണ്ടെങ്കിൽ 99 പറയാവൂ, 101 ആവർത്തിക്കരുത്, 99 പറയുമാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കും. നോണ പറയരുതെന്ന് അർത്ഥം, റൈറ്റ്? ഇനി അടുത്തത്, അത് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പറയണം സാർ നേരെ സൈറ്റ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫീസിൽ സാർ വിസിറ്റ് ചെയ്യണം. എന്തിനാണ് ഓഫീസിൽ വിസിറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ടു ബിൽഡ് എ ഹോം ഉണ്ട്. അതെന്തിനാണെന്ന് സാറ് മനസ്സിലാക്കണം. അതായത് എന്തിനാണ് ഒരു റിക്വയർമെൻറ്റ് ഷീറ്റ് സാറിൻ്റെ അടുത്ത് നമ്മൾ ഉണ്ടാക്കുന്നത്, സാറിൻ്റെ ഡ്രീം എടുക്കാൻ. അത് കഴിഞ്ഞാൽ എന്തിനാണ് ഇമ്പോർട്ടൻസ് ഓഫ് ആർക്കിടെക്ചറൽ ഡ്രോയിങ് എന്താണ്, ഇമ്പോർട്ടൻസ് ഓഫ് എലിവേഷൻ എന്താണ്. ആർക്കിടെക്ചർ ഡ്രോയിങ് കഴിഞ്ഞു, പ്ലാൻ ഫ്ലോർ പ്ലാൻ കഴിഞ്ഞു, അത് കഴിഞ്ഞ് എലിവേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ഈ എലിവേഷൻ നിൽക്കണ്ടേ, അതിന് ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രക്ചറൽ ഡ്രോയിങ് എന്താണ്. അത് കഴിഞ്ഞാലോ ഇമ്പോർട്ടൻസ് ഓഫ് ഈ സ്ട്രക്ചറൽ ഡ്രോയിങ് കഴിഞ്ഞ് ഈ ബിൽഡിംഗ് നിന്ന് കഴിഞ്ഞാൽ എന്ത് വേണം, ലൈറ്റ് വേണം, ടാപ്പ് വേണം, അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് വേണം, വേണ്ടേ? അപ്പോൾ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് ഓഫ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഡ്രോയിങ് എന്തിനാണ്, അതിനാണ് ഈ ഇത്. അതെന്തിനാണ്? ഇതെല്ലാം ക്ലയൻറ്റിനെ മനസ്സിലാക്കി വെച്ചിട്ട് അവരുടെ അടുത്ത് പറയണം. ഇതെല്ലാം നോക്കി നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഞങ്ങളുടെ ദ റോൾ ഓഫ് SOP to fulfill the client's customized dream home by saving around 10%. മനസ്സിലായാൽ മതി. എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ചും കൂടി ഡെപ്തിൽ പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ മുഴുവൻ ഒന്ന് ക്ലയൻറ്റ് ഡ്രീം ചെയ്യണം, എന്നിട്ട് ഒരു കൺവെൻഷണൽ മെത്തേഡിലുള്ള കോൺട്രാക്ടറിൻ്റെ ബിൽഡറിൻ്റെ അടുത്ത് പറയണം, കെട്ടിയെടുക്കുമ്പോഴേക്ക് വേറെ സാധനമാവും. അല്ലെങ്കിലോ ബിൽഡറിൻ്റെ ഒരു സ്കീം ഉണ്ടാവും, ആ സ്കീമിലായിരിക്കും കിട്ടുക. ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ക്ലയൻറ്റിൻ്റെ ഡ്രീം ഫുള്ളായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഡ്രീമിനനുസരിച്ച് വീട് ബിൽഡ് ചെയ്യണം. ആ ബിൽഡ് ചെയ്യുമ്പോൾ എന്തും കൂടി വേണം, 10% കോസ്റ്റ് സേവ് ചെയ്യും വേണം. അപ്പോൾ എന്താ നമുക്കവിടെ വേണ്ടത്? ഈ ഒരു മെക്കാനിസം, ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ കൂടെ ആ എലിവേഷൻ ഫ്രീസ്, ആർക്കിടെക്ചർ ഫ്രീസ് ചെയ്ത്, എലിവേഷൻ ഫ്രീസ് ചെയ്ത്, എല്ലാം ആ ഒരു സ്റ്റാൻഡേർഡിൽ കൂടെ. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് SOP നമുക്ക് കിട്ടുന്ന ഗുണമെന്ന് പറയുന്നത് ദ റോൾ ഓഫ് SOP in fulfilling the client's customized dream home by saving around 10% in a structured way. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടാക്കുന്നതിൽ കൂടെ നമ്മൾ സ്ട്രക്ചേർഡ് വേയിലേക്ക് എത്തണം. ആ സ്ട്രക്ചേർഡ് വേയിലേക്ക് എത്തുന്നത് കൊണ്ട് എന്ത് നടക്കണം? ക്ലയൻറ്റിൻ്റെ ഡ്രീം ഹോം 10% കോസ്റ്റ് കമ്മിയായിട്ട് നടത്തണം. ക്ലിയർ ആയോ? SOPൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. അടുത്തത് ഫർദർ ടു ദാറ്റ്, ക്ലയൻറ്റിന് ക്ലയൻറ്റ് ഇപ്പോൾ മേ ബി ഒരു 3000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 2500 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 1500 സ്ക്വയർ ഫീറ്റ് വീടിനാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതൊക്കെ കഴിഞ്ഞാൽ മനസ്സിലായാൽ സിമിലർ ആയിട്ടുള്ള സ്ക്വയർ ഫീറ്റ് 1500 ആണെങ്കിൽ 1500 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്, ഇതിന് മുമ്പ് വേറൊരു ക്ലയൻറ്റിൻ്റെ കഴിഞ്ഞ അവരുടെ ലെഡ്ജറും ഈ ക്ലയൻറ്റിന് കാണിച്ചു കൊടുക്കുമ്പോൾ ഓരോ രൂപയും എന്തിനാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നതും ഇതുവഴി ഈ ലെഡ്ജർ വഴി ഈ മെത്തേഡിൽ കൂടെ പോകുമ്പോൾ എങ്ങനെയാണ് ആ ക്ലയൻറ്റിന് 10% സേവ് ചെയ്തിരിക്കുന്നതെന്നും റിയലൈസ് ആവും. ക്ലിയർ ആയ മൂന്നാമത്തെ സ്റ്റേജ്. അപ്പോൾ ആ ക്ലയൻറ്റിന് സ്ക്രിപ്റ്റ് ചെയ്യണം. എന്ത് പറഞ്ഞിട്ട് ആദ്യം സൈറ്റിൽ വരണം, അത് കഴിഞ്ഞാൽ ഓഫീസിൽ വരണം, ഓഫീസിൽ വന്നിട്ട് SOP കണ്ടിട്ട് അതിൻ്റെ ആ സൈറ്റിൽ വന്നാൽ എന്ത് മനസ്സിലായി, ക്വാളിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ മനസ്സിലായി, SOP കണ്ടാൽ എന്ത് മനസ്സിലായി, ആ സ്റ്റാൻഡേർഡൈസ്ഡ് വേയിൽ കൂടെ എങ്ങനെ നമ്മുടെ വീട്, നമ്മുടെ ഡ്രീം ഹോം, ക്ലയൻറ്റിൻ്റെ ഡ്രീം ഹോം ഉണ്ടാക്കിയെടുക്കാമെന്നും അതുവഴി എങ്ങനെ 10% കോസ്റ്റ് സേവ് ചെയ്യണമെന്നും
സേവ് ചെയ്ത് ബിൽഡ് ചെയ്യണമെന്നും സ്റ്റാൻഡേർഡൈസ്ഡ് വേയിൽ കൂടെ SOP കണ്ടപ്പോൾ മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ ഈ ലെഡ്ജർ കണ്ടപ്പോൾ ഞങ്ങൾക്ക് 10% എങ്ങനെയാണ് സേവ് ചെയ്യുന്നത്, ഓരോ പൈസയും ഓരോ രൂപയും എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കണോ 10% എങ്ങനെ സേവിങ് കിട്ടുകയെന്ന് മനസ്സിലായോ? ഈ 3 കാര്യത്തിന് വേണ്ടിയിട്ടാണ് സൈറ്റ് വിസിറ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് കാണേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സൈറ്റ് വിസിറ്റ് വളരെ ഗൗരവമായി കൊണ്ട് 1:59 അപ്പോയിൻമെൻറ്റ് കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ ഇത് പ്രകാരം അവിടെ പോയതും ആളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു, ഇങ്ങനെയാണ് സാർ നമ്മൾ പോകേണ്ടത്. ആദ്യം സൈറ്റിൽ ഇന്ന സൈറ്റുകളിൽ ഇന്ന വീടുകൾ നമ്മൾ കാണണം, അത് കഴിഞ്ഞ് നേരെ ഓഫീസിൽ പോകണം, എന്നിട്ട് SOP കാണണം, അത് കഴിഞ്ഞ് മറ്റേ ലെഡ്ജറും കാണണം, എന്നിട്ടാണ് നമ്മൾ പിരിയഡ്. അപ്പോൾ ഒന്ന് പ്ലാൻ ചെയ്തു ടോട്ടലി. അപ്പോൾ പിന്നെ അവർക്ക് അത് കഴിയുന്നവരെ അവർ റിലാക്സ്ഡ് ആയിരിക്കും, പ്ലാൻ ആയിരിക്കും ടീം മുഴുവൻ. ആരൊക്കെ ഉണ്ടോ ഡിസിഷൻ മേക്കിംഗ് എല്ലാവരെയും കൂടി കൂട്ടിയിട്ട് സൈറ്റ് വിസിറ്റ് കഴിവതും വരാനുള്ള സാധ്യത ഉണ്ടാകാൻ പാടുള്ളൂ. ഇനി ഒപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ അടുത്ത പോയിന്റ്, ഈ സെയിൽസിൻ്റെ ഈ സൈറ്റ് വിസിറ്റും ഒക്കെ നടക്കുമ്പോഴും ആദ്യം സ്ക്രിപ്റ്റ് പറയുമ്പോഴും അത് കഴിഞ്ഞ് സൈറ്റ് വിസിറ്റ് കൂടെ നടക്കുമ്പോഴും നമ്മൾ എന്ത് പറഞ്ഞു എന്നുള്ള അല്ല അവിടെ ഇമ്പോർട്ടൻറ്റ്. അവിടുത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്നതെന്ന് ക്ലയൻസിന് എന്ത് മനസ്സിലാക്കി, അതായത് എത്രത്തോളം ഡിഗ്രിയിൽ അവർക്ക് നമ്മൾ വി ആർ ഫോർ ബിൽഡിംഗ് ക്ലയൻസ് ഡ്രീം ഹോം ബൈ സേവിങ് അറൌണ്ട് 10% either at client's plot or the plots purchased through CT Builders app എന്ന് എത്ര ഡിഗ്രിയിൽ ക്ലയൻറ്റിന് മനസ്സിലാക്കി അതിനനുസരിച്ചിരിക്കും അവർ സൈറ്റ് വിസിറ്റിന് വരാൻ കൊടുക്കുന്ന ഗൗരവം. അതേപോലെ സൈറ്റ് വിസിറ്റ് കഴിഞ്ഞാൽ ഓഫീസിൽ അത് ഗൗരവത്തോടെ എടുത്തിട്ട് ബുക്കിങ്ങിലേക്ക് പോകാനുള്ള ഗൗരവം ഇതിൻ്റെ ബിക്കോസ് നമ്മുടെ മോഡലിൽ കോമ്പറ്റീഷൻ ഇല്ല. ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നവർ വേറെ, ഈ മെത്തേഡിൽ പോണവർ വേറെ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വേറെ എവിടെയും പോകാൻ കഴിയില്ല. പക്ഷേ ഇത് ഇങ്ങനെയാണ്, ഇത് നമ്മുടെ മാത്രം മെത്തേഡ് ആയതുകൊണ്ട് ഇത് ഇങ്ങനെയാണെന്ന് ആർക്ക് ബോധ്യമാണോ, ക്ലയൻറ്റിന് എത്ര ഡെപ്തിന് ബോധ്യമാവണോ അതിനനുസരിച്ചിരിക്കും അടുത്ത സ്റ്റെപ്പ്. ക്ലിയർ ആയോ? ഇനി ഞാൻ കുറച്ച് വേഗം മൂവ് ചെയ്യാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് വളരെ ലോങ് വീഡിയോ ആവും, അതുകൊണ്ടാണ്. ബിക്കോസ് 2-3 പാർട്ടായി കഴിഞ്ഞാൽ കാണാൻ വിട്ടുപോകും ചെയ്യും. അടുത്ത എന്താണ്, അത് കഴിഞ്ഞാൽ നേരെ ബുക്ക് ചെയ്യും ക്ലയൻറ്റ് ബുക്ക് ചെയ്ത് എന്ത് ചെയ്യും, ക്ലയൻറ്റ് അപ്രൂവ് ചെയ്ത് എസ്റ്റിമേറ്റും പേയ്മെൻറ്റ് ഷെഡ്യൂളും എങ്ങനെയാണെന്നുള്ളത് ക്ലയൻറ്റ് അപ്രൂവ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് എന്താണ് സ്റ്റേജ്, ക്ലയൻറ്റിൻ്റെ പ്രിലിമിനറി ലോൺ അപ്രൂവൽ. നമ്മൾ നേരത്തെ പറഞ്ഞു ബഡ്ജറ്റ് എലിജിബിലിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ കൊടുത്തിട്ട് ലോൺ അപ്രൂവൽ എടുത്ത് വാങ്ങിക്കും. അടുത്ത ഇതൊക്കെ ക്ലയൻറ്റ് കടന്നു പോകേണ്ട സ്റ്റേജുകളാണ്. ഇതെല്ലാം ക്ലയൻറ്റ് കടന്നു പോകണമെന്ന് നമ്മുടെ ആദ്യം നേരത്തെ പറഞ്ഞ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്, ഇപ്പോൾ നടന്നു പോകുന്ന സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇവർ ഓരോരുത്തരും ഓരോ സ്റ്റേജ് ടിക്ക് ചെയ്യണം. ബിക്കോസ് ഈ ഓരോ സ്റ്റേജിൽ കൂടെ പോയാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫീൽഡിൽ ക്ലയൻറ്റിന് അവസാനം അവരുടെ ഡ്രീം ഹോം 10% കോസ്റ്റ് സേവ് ചെയ്തുകൊണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ദീസ് ആർ ഓൾ എവറി പോയിന്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്, നോ ഡൗട്ട്. അത് അതിൻ്റെതായ സെൻസിൽ തന്നെ പോകണം. അപ്പോൾ പ്രിലിമിനറി എലിജിബിലിറ്റി ബാങ്കിൽ നിന്ന് വന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നേരെ അലോട്ട്മെൻറ്റ് ഓഫ് PMC പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റിനെ അലോട്ട് ചെയ്തു. അത് കഴിഞ്ഞാൽ APMCനെ അലോട്ട് ചെയ്തു. അത് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റേഷൻ കൺസൾട്ടൻറ്റിനെ അലോട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ QSനെ ക്വാണ്ടിറ്റി സർവേയറിനെയും നമ്മൾ അവിടെ നിന്ന് അലോട്ട് ചെയ്തു. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലയൻറ്റിൻ്റെ പ്ലോട്ട് ആണെങ്കിൽ ഭൂരിഭാഗം, ബിക്കോസ് നമ്മുടെ ഒരുമിച്ച് കിടക്കുന്ന പ്രോജക്റ്റാണ്, പ്രോജക്റ്റ് അറിയണമെങ്കിൽ ഈ ഒരു പോയിന്റ് മാത്രം അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ പ്ലോട്ട് ആണെങ്കിൽ എന്ത് ചെയ്യണം, ക്ലയൻറ്റിൻ്റെ പ്ലോട്ടിലേക്ക് വിസിറ്റ് നടത്തണം. അന്ന് ആര് വേണം, ക്ലയൻറ്റ് വേണം, അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ സ്ട്രോങ് റെപ്രസെൻറ്റേറ്റീവ് ആരെങ്കിലും ഒരാളെ വെറുതെ വിട്ടാൽ പോലെ. ബിക്കോസ് അന്നായിരിക്കും നമ്മളവിടെ കുറ്റി അടിക്കുന്ന പോലെ ഔട്ടർ ബൗണ്ടറി ഫിക്സ് ചെയ്യുക, അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്യുക, ഹൈറ്റ് ഫിക്സ് ചെയ്യുക, എല്ലാ ദിവസം കഴിയും. അപ്പോൾ എന്താണ് വേണ്ടത് എന്നുള്ളത് പറയാനുള്ള ഓതൻറ്റിക് ആളായിരിക്കണം വരേണ്ടത് ക്ലയൻറ്റിൻ്റെ ഭാഗത്ത്. ക്ലയൻറ്റിനെ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ ഓതൻറ്റിക് ആൾ. ബിക്കോസ് അവർ ആ ഒപ്പിട്ട് തരുന്ന സാധനമാണ് ബേസിക് സാധനം. ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും. അന്ന് നമ്മുടെ DSM സൈറ്റിൽ പോവും, PMC സൈറ്റിൽ പോവും, QA സൈറ്റിൽ പോവും, APMC സൈറ്റിൽ പോവും, ഡോക്യുമെൻറ്റേഷൻ കൺസൾട്ടൻറ്റ് പഞ്ചായത്തിലേക്കും വില്ലേജിലേക്കും ഒക്കെ പോകണം. അദ്ദേഹവും സൈറ്റിൽ പോയിട്ട് അവരെല്ലാവരും കൂടി ക്ലയൻറ്റ് അടക്കമുള്ള ആളുകൾ കൂടി ഒരു മീറ്റിംഗ് നടത്തി അവിടെ നിന്ന് അതിൻ്റെ ആ ചെക്ക് ലിസ്റ്റുകൾ ഉണ്ടാവും. ആ ചെക്ക് ലിസ്റ്റുകളൊക്കെ സൈൻ ചെയ്ത് അവിടെ നിന്ന് അപ്രൂവ് ചെയ്യും. അതാണ് ഫസ്റ്റ് ക്ലയൻറ്റ് മീറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഇനി അവിടെ നിന്ന് 5, 6, 7 ക്ലയൻറ്റ് മീറ്റിങ്ങുകൾ വരുമ്പോൾ എല്ലാം വരും. അത് ഓൺലൈനിലും ആവാം, ഓഫ്ലൈനിലും ആവാം, എങ്ങനെ വേണമെങ്കിൽ ആവാം, സാഹചര്യത്തിനനുസരിച്ചുകൊണ്ട്. പക്ഷേ ഇങ്ങനെ ഈ പ്രോസസ്സിൽ കൂടെ പോയാലാണ് ക്ലയൻറ്റ് ഡ്രീം നമുക്ക് ഒപ്പിയെടുത്തിട്ട് അതേപോലെ ഒരു ക്വാളിറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. ക്ലിയർ? ഫസ്റ്റ് ക്ലയൻറ്റ് മീറ്റിംഗ് എവിടെ നിന്നാണ് ക്ലിയർ ആയാലോ. അടുത്ത് സെക്കൻഡ്, ആ ക്ലയൻറ്റ് മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ അവിടെ CDPPMC എഗ്രിമെൻറ്റിൻ്റെ അകത്തേക്ക് കടക്കും. നമ്മൾ ആ എഗ്രിമെൻറ്റിൻ്റെ അകത്തേക്ക് കടന്ന് സഫീഷ്യൻറ്റ് കോഷൻ ഡെപ്പോസിറ്റ് 1 lakhോ എത്രയോ, അതായത് ഇപ്പോൾ ഓരോ സ്ഥലത്ത് എങ്ങനെയാണോ ഡിസൈഡ് ചെയ്യുന്നത് അതിനനുസരിച്ച്. ബിക്കോസ് ആദ്യം ബുക്കിംഗ് സമയത്ത് ഒരു 25,000 ആയിട്ടുണ്ടാവും, പിന്നെ 1 lakh ഇത് കാലത്തിനനുസരിച്ച് മാറും. 1 lakh ആക്കിയിട്ട് കോഷൻ ഡെപ്പോസിറ്റ് വാങ്ങി മറ്റേ എഗ്രിമെൻറ്റിലേക്ക് എൻ്റർ ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
തൊട്ടടുത്ത സ്റ്റെപ്പ് പറയുന്നത് ക്ലയൻറ്റിൻ്റെ അടുത്ത ഫസ്റ്റ് മീറ്റിംഗ് ആണ്, സെക്കൻഡ് മീറ്റിംഗ് ആണ്. ക്ലയൻറ്റിനെ ഡീറ്റെയിൽഡ് ആയിട്ട് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഡീറ്റെയിൽഡ് മീറ്റിങ്ങിൽ കൂടെ എന്താണ് ക്ലയൻറ്റിൻ്റെ അടുത്ത് ആ എസ്റ്റിമേറ്റ് പേയ്മെൻറ്റ് ഷെഡ്യൂൾ ഇട്ടത് വീണ്ടും റീ എക്സ്പ്ലെയിൻ ചെയ്ത്, ബിക്കോസ് എഗ്രിമെൻ്റ് കഴിഞ്ഞല്ലോ, റീ എക്സ്പ്ലെയിൻ ചെയ്ത് ഈ നേരത്തെ പറഞ്ഞ PMസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, APMസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, QSനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ഡോക്യുമെൻറ്റേഷൻ കൺസൾട്ടൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ആ ബ്രാഞ്ചിൻ്റെ ബ്രാഞ്ച് മാനേജറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ചിലപ്പോൾ ബ്രാഞ്ച് മാനേജർക്ക് നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഒന്നും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ഇവർ ആരൊക്കെ എന്തൊക്കെ വർക്കാണ് ചെയ്യുക, എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള ഹൈറാർക്കിയെ കൊടുത്ത്, ഏത് കാര്യത്തിന് ആരിനെയൊക്കെ വിളിക്കണമെന്നുള്ളത് എഴുതി കൊടുത്ത്, അത് ഇന്ന ആളിനെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ, അതായത് APMസിനെ വിളിച്ചാൽ കിട്ടിയില്ലേ PMനെ വിളിക്കണം, PMനെ വിളിച്ചാൽ കിട്ടിയില്ലേ BMനെ ബ്രാഞ്ച് ഹെഡിനെ വിളിക്കണം, അത് ബ്രാഞ്ച് ഹെഡിനെയും കിട്ടിയില്ല എങ്കിൽ ജനറൽ മാനേജറിനെ വരെ വിളിക്കാനുള്ള ആ ഹൈറാർക്കി കാർഡ് അടക്കം ഇഷ്യൂ ചെയ്തിട്ട് ആ സെക്കൻഡ് ക്ലയൻറ്റ് മീറ്റിംഗ്, അത് ഭൂരിഭാഗം ഇവിടെ സൈറ്റിലില്ലാത്ത നാട്ടിലില്ലാത്ത ആളുകളാണെങ്കിൽ പാർട്ട് ഓഫ് സെക്കൻഡ് ക്ലയൻറ്റ് മീറ്റിംഗ് നേരെ ഓൺലൈനിലായിരിക്കും നടക്കുക, എന്നാലും ആ ക്ലയൻറ്റ് മീറ്റിംഗ് നടക്കണം. അതോടുകൂടി അങ്ങനെ പ്രോജക്റ്റ് മീറ്റിംഗ്, ആ സെക്കൻഡ് മീറ്റിംഗ് നേരെ പ്രോജക്റ്റ് മീറ്റിംഗ് ആയിട്ട് മാറണം. ഇപ്പോൾ ക്ലയൻറ്റ് ആദ്യം നേരെ ഇവർ സെയിൽസ് മീറ്റിംഗ് ഉണ്ടാവും, സെയിൽസിലുള്ള ആളുകൾ ഇരുന്നിട്ടാണ് ഈ മീറ്റിംഗ് കഴിയുക, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പ്രോജക്റ്റ് മീറ്റിങ്ങിലേക്ക് അത് കണക്ട് ചെയ്യും. ആ പ്രോജക്റ്റ് മീറ്റിംഗ് കണക്ട് ചെയ്യുമ്പോൾ ആദ്യം PMC പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞതും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അജണ്ടയെ സൂചിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കണം. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, കൺവെൻഷണൽ മെത്തേഡിലുള്ള ബിൽഡറോ കോൺട്രാക്ടറോ അല്ല നമ്മൾ. അപ്പോൾ അതുകൊണ്ട് എന്താണ് കൺവെൻഷണൽ മെത്തേഡിലുള്ള ബിൽഡറോ കോൺട്രാക്ടറോ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ ക്ലയൻറ്റ് കൺവീനിയൻസിലെ ഡിഫറൻസ് എന്ന് ഇവിടെ വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്? കൺവെൻഷണൽ മെത്തേഡിലുള്ള ബിൽഡിങ് സാധാരണ ചെയ്യുന്ന ആളുകളിൽ 80-20 റൂളിലാണ് വർക്ക് ചെയ്യുന്നത്. എന്താ 80-20 റൂൾ? പ്ലാൻ എന്തെങ്കിലും ഒരു ക്ലയൻറ്റ് എന്തെങ്കിലും ചോദിച്ചു, അതിനൊക്കെ നോട്ട് ചെയ്ത് വെച്ചു, ഒരു പ്ലാൻ ഉണ്ടാക്കി 80% അറ്റൻഷൻ എക്സിക്യൂഷനിലും ആയിരിക്കും സാധാ കോൺട്രാക്ടേഴ്സൊക്കെ, 20% പ്ലാനിങ്ങിലും പ്രിപ്പറേഷനും ഉണ്ടാവുള്ളൂ. ഇതാണ് വസ്തുത. അതുകൊണ്ടാണ് നമ്മുടെ പണ്ട് കാലങ്ങളിലുള്ള പല വീടുകളും അല്ലെങ്കിൽ ഒരുപാട് വീടുകളിൽ ഒരു ബെഡ്റൂം എടുക്കുക, എക്സാമ്പിൾ വീട് ഒരു ക്ലയൻറ്റ് ചിന്തിക്കുന്ന ഒരു തരത്തിലായിരിക്കും. എന്നിട്ട് ഒരു ബെഡ്റൂമിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ബെഡ്റൂമിൽ ബെഡ് ഇവിടെ കിടക്കുന്നുണ്ടാവും, ബെഡ് സ്വിച്ച് അപ്പുറത്ത് കിടക്കുന്നുണ്ടാവും. അതെന്താ കാരണം? വരച്ചത് ഒരാളായിരിക്കും, ബിൽഡ് ചെയ്തത് ഒരാളായിരിക്കും, വയർ ചെയ്തത് വേറൊരാളായിരിക്കും. അങ്ങനെയാണ്, അതാണ് പഴയ മെത്തേഡ്. അതിന്ന് മാറിക്കൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്ന CDPPMC മോഡൽ പ്രകാരം നമ്മുടെ റൂൾ എന്ന് പറയുന്നത് ആ 20-80 റൂളിന് പകരം നമ്മുടെ റൂള് 40-20-20-20 എന്നുള്ള റൂളാണ്. അത് എങ്ങനെയാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കലാണ് നമ്മുടെ ആദ്യത്തെ വഴി. അതിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് 40 ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ ക്ലയൻറ്റ്, അടുത്ത 20 ഫോർ പ്രിപ്പറേഷൻ ഓഫ് SOP. ഞാൻ മുകളിൽ പറഞ്ഞത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ടു ബിൽഡ് എ ഹൗസ്. ആ ഫയൽ പ്രിപ്പയർ ചെയ്യണതിൽ അടുത്ത 20% ഫോർ സോഴ്സിങ് ആൻഡ് സ്കീമിങ് ആൻഡ് സോഴ്സിങ്. ബിക്കോസ് എങ്ങനെ ഈ പ്രോജക്റ്റ് ആ ഡ്രീമിനനുസരിച്ചുള്ളത് അവിടെ ഫുൾഫിൽ ചെയ്യണം, നടപ്പിലാക്കണം. നടപ്പിലാക്കണ്ടേ, മാനിഫെസ്റ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. മാനിഫെസ്റ്റ് ചെയ്യുന്നുള്ള സ്കീമിങ്ങും, അത് കഴിഞ്ഞതിന് ശേഷം എല്ലാ പ്രോഡക്റ്റും എല്ലാ മെറ്റീരിയലും എവിടെ നിന്ന് സോഴ്സ് ചെയ്യണം? മാനുഫാക്ചറിൽ നിന്ന് സോഴ്സ് ചെയ്യണം. അതും പിന്നെ വെറും അവസാനത്തെ 20% ആണ് ഞങ്ങൾ എന്തിലേക്ക് ഉപയോഗിക്കുന്നത്? എക്സിക്യൂഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ മെത്തേഡ് പ്രകാരം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ ഡ്രീം ഹോം, കസ്റ്റമൈസ്ഡ് ഡ്രീം ഹോം ക്വാളിറ്റിയോടുകൂടി 10% കോസ്റ്റ് സേവ് ചെയ്തുകൊണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പ്ലാനിങ്ങിലാണ് എന്ന് ക്ലയൻറ്റിനെ ബോധിപ്പിക്കുന്നത്. എന്നിട്ട് നേരെ റിക്വയർമെൻറ്റ് ഷീറ്റ് അടുത്ത സ്റ്റെപ്പാണ്, ഫസ്റ്റ് സ്റ്റെപ്പാണ്. നേരെ ഫസ്റ്റ് മീറ്റിങ്ങിൻ്റെ പാർട്ടാണ്. അതായത് ക്ലയൻറ്റിൻ്റെ സെക്കൻഡ് മീറ്റിങ്ങിൻ്റെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അത് കഴിഞ്ഞതും അതിൻ്റെ പാർട്ട്. റിക്വയർമെൻറ്റ് ഷീറ്റ് ക്ലയൻറ്റിന് കൊടുത്ത് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് ഫ്രം എവിടെ നിന്ന് മുതൽ, തുടക്കം മുതൽ ഫർണിച്ചർ, TVയോ വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് എക്യുപ്മെൻറ്റ്സ് വരെ ഉണ്ടെങ്കിൽ അതുവരെയുള്ള അതിൻ്റെ റിക്വയർമെൻറ്റ്സ് പൂർണ്ണമായിട്ട്, അല്ല ഈ ഫർണിച്ചറൊക്കെ ഞങ്ങളുടെ ഉണ്ട് എന്നുള്ളതല്ല, അല്ലെങ്കിൽ അത് ഫുള്ളായിട്ട് എഴുതിയെടുത്ത് റിക്വയർമെൻറ്റ് ഷീറ്റ് ഫുൾഫിൽ ചെയ്യാം. റൈറ്റ്? എന്നാലാണ് നാളെ ഞാൻ ഈ പറയുന്നത് ഒരു TV അടക്കം വെക്കുന്ന സ്ഥലം റിക്വയർമെൻറ്റ് ഷീറ്റ് അടക്കം നമ്മൾ ഫുൾഫിൽഡ് ആണെങ്കിലാണ് ആ TV സ്റ്റാൻഡ് പോലും അതിൻ്റെ സൈസ് അടക്കം ഇൻറ്റീരിയേഴ്സിൽ കറക്റ്റ് ചെയ്യാനും അതിൻ്റെ ആ വ്യൂവും എല്ലാ സാധനവും കറക്റ്റ് ചെയ്യാം. അത്രയും പ്രിസൈസ്ഡ് എഞ്ചിനീയറിംഗ് ആയിരിക്കും, പ്രിസൈസ്ഡ് ആയിരിക്കണം അതിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് പറയാൻ കാരണം. ഒപ്പം അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മേക്ക് ദ ക്ലയൻറ്റ് അണ്ടർസ്റ്റാൻഡ്. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു ഈ 40-20 റേഷ്യോ എന്താണെന്നുള്ളത്. എന്താണ് 40-20-20 റേഷ്യോ? ഈ ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ അത് മുഴുവൻ ക്ലയൻറ്റിനെ ബോധിപ്പിക്കുകയാണ്. അല്ല, സെക്കൻഡ് മീറ്റിങ്ങിൽ കഴിയുമ്പോൾ എന്താണ് റേഷ്യോ? ഫസ്റ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഫുള്ളായിട്ട് ക്ലയൻറ്റിനെ ഡ്രീം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ടീം മൊത്തം മനസ്സിലാക്കിയിരിക്കണം.
എന്നാലാണ് ആ ക്ലയൻറ്റിന് വേണ്ട അനുസരിച്ച് നമ്മൾ വരയ്ക്കാൻ പറ്റുന്നത്. രണ്ടെന്താണ്, അവിടെ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ പ്ലാൻ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ അക്കോർഡിംഗ് ടു SOP ഇമ്പോർട്ടൻസ് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അത് വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് SOP അത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഇത്രയും നന്നായിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ എന്താണ് SOP ഉണ്ടാക്കണം എന്നുള്ളത് അവരെ പറഞ്ഞു. അത് കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള കൺസൾട്ടൻസിനെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിനെ എല്ലാവരും വെച്ചു. അത് കഴിഞ്ഞാലോ 20% സ്കീമിങ് ആൻഡ് സോഴ്സിങ് ക്ലിയർ ആയാലോ. അടുത്തത് 20% എക്സിക്യൂഷൻ. ഇങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. SOP ഗ്രൗണ്ടിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് APMCയിൽ കൂടെ ആയിരിക്കുമെന്നും പറഞ്ഞ് മനസ്സിലാക്കി. ഫസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് മീറ്റിംഗ് എന്താണെന്ന് നമ്മുടെ കൃത്യമായിട്ട് നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഗൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും സെക്കൻഡ് മീറ്റിങ്ങിന് എന്തിനാണ്. തേർഡ് മീറ്റിങ്ങിൽ എന്താണ് റിവീൽ ചെയ്യുക, എന്താണ് ക്ലയൻറ്റിൻ്റെ അടുത്ത് അലൈൻ ചെയ്തെടുക്കുക. നേരത്തെ പറഞ്ഞ സെക്കൻഡ് മീറ്റിംഗ് ആണ്. ഇനി തേർഡ് മീറ്റിങ്ങിൽ എന്താണ് മനസ്സിലാക്കിയെടുക്കുക. അതായത് ഫസ്റ്റ് മീറ്റിംഗ് ക്ലയൻറ്റിൻ്റെ സൈറ്റിൽ, സെക്കൻഡ് മീറ്റിംഗ് സെയിൽസ് മറ്റേ നമ്മുടെ പ്രോജക്റ്റ് ടീം എല്ലാവരും കൂടി ഇരുന്നിട്ട് 40-20-20 റേഷ്യോ എല്ലാം മനസ്സിലാക്കിയിട്ട് അപ് ടു TV വരെ ക്ലയൻറ്റിൻ്റെ അടുത്ത് മനസ്സിലാക്കണം. ഇനി തേർഡ് മീറ്റിംഗ് എന്താണ്, ഇനി ഫോർത്ത് മീറ്റിംഗ് എന്തിനാനുള്ളതാണ്, അതൊക്കെ പ്രോജക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ GM-ൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഓരോ സ്റ്റേജുകളെന്ന് പറഞ്ഞു. ഞാൻ അത്ര ഡീറ്റെയിലേക്ക് പോകില്ല, ബിക്കോസ് ടൈം ഓവർ ആവണതുകൊണ്ട്. അടുത്ത ഫിഫ്ത്ത് മീറ്റിംഗ് എന്തിനാണ്. ഇനി ഫിഫ്ത്ത് മീറ്റിംഗ് വരുമ്പോഴേക്ക് എന്ത് വരെ എത്തണം എന്ന് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചു തരാം. ഇൻക്ലൂഡിങ് കളർ കോഡ് വരെ, അതായത് പെയിൻറ്റിൻ്റെ കളർ കോഡ്, ടൈലിൻ്റെ കളർ കോഡ്, TV എത്ര സൈസ്, എത്ര ഇഞ്ച് TV വേണം, സോളാർ വേണോ വേണ്ടയോ, ഫ്രിഡ്ജ് വേണോ, എല്ലാം എവറിത്തിങ് വിൽ ബി ഫ്രീസ്ഡ് ഇൻ ഓൾ ദ വേ. എത്ര ഫിഫ്ത്ത് മീറ്റിംഗ് കഴിയുമ്പോഴേക്കും ക്ലിയർ ആയോ. എന്നിട്ട് ക്ലയൻറ്റിനെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ MRP ചെക്ക് ചെയ്യണം. പുറത്ത് ഓരോ POസും വരുമ്പോൾ എന്താ കാരണം പറഞ്ഞാൽ തെറ്റുകൾ വരാൻ പാടില്ല. ബിക്കോസ് നമ്മുടെ സെൽഫ് ഓട്ടോ പൈലറ്റഡ് എക്കോസിസ്റ്റമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരാൾ ഒരു തെറ്റ് കണ്ടുപിടിച്ചാൽ അതിൻ്റെ ഗുണം എല്ലാ ക്ലയൻസിനും കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. MRP ഡിസ്കൗണ്ട് മാക്സിമം കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പിക്കണം. അത് കഴിഞ്ഞാൽ CDPPMC റേറ്റ്, ഇതിൽ കൂടെ നിങ്ങൾ കിട്ടുന്ന റേറ്റ്, അപ്പോൾ എത്ര രൂപ മെച്ചം കിട്ടുന്നതെന്ന് ഓരോ ലൈനേജസിലും നിങ്ങൾ ശ്രദ്ധിച്ച് പോകണം. ആ ഭാഗത്തേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അപ്പോഴല്ലേ അവർക്ക് കോസ്റ്റ് ഡിസ്കൗണ്ട് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഫിഫ്ത്ത് മീറ്റിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ ഡിക്ലറേഷൻ. ഏറ്റവും കൂടുതൽ അടുത്ത ക്ലയൻറ്റിനെ ശ്രദ്ധിപ്പിക്കേണ്ടത് 1000:12 ആൾ, 1000 സ്ക്വയർ ഫീറ്റിന് 12 ആളുകൾ രജിസ്റ്റർ ചെയ്തിരിക്കും. ദിവസം 8 ആളുകൾ വർക്ക് ചെയ്തിരിക്കും. ഇൻ 365 days 8 hours a day വർക്ക് ചെയ്യുന്ന മോഡലിൽ. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നും കൂടി. അതായത് 1000 സ്ക്വയർ ഫീറ്റ് വീട് പണിയെടുക്കണമെങ്കിൽ 12 ആളുകൾ രജിസ്റ്റേർഡ് ആയിരിക്കും. ആ 12 ആളുകളിൽ ഓരോ ദിവസവും ചില ആളുകളൊക്കെ ലീവൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് 8 ആളിൽ കുറയാതെ 365 ദിവസവും ഞായറാഴ്ചകൾ പോലും ലീവില്ലാതെ വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിൽ. ബിക്കോസ് എന്നും ലീവ് ഉണ്ടല്ലോ 4 ആൾക്കാർക്ക്. അങ്ങനെ വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിൽ. അപ്പോൾ 1500 സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ എന്തുണ്ടാവും രജിസ്ട്രേഷൻ? 12+6 ഉണ്ടാവും. ആൾക്കാരോ 8+4 1500 സ്ക്വയർ ഫീറ്റ് വീട്. അങ്ങനെ 1000:8 എന്നുള്ള റേഷ്യോയിൽ ആളുകൾ കൂടിക്കൊണ്ടിരിക്കും. ക്ലിയർ ആയോ. ഒപ്പം ക്ലയൻറ്റിൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മുടെ പേയ്മെൻറ്റ് ഷെഡ്യൂളിലും എസ്റ്റിമേറ്റിലുണ്ടാവും 15% വരെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്പീഡ് റിക്വയർമെൻറ്റ് ഓഫ് ദ എന്താ പറയുക പ്രോജക്റ്റിൻ്റെ സ്പീഡിനനുസരിച്ച് PMCയുടെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് ക്ലയൻറ്റ് എൻഹാൻസ് ചെയ്യണം അവരുടെ കോഷൻ ഡെപ്പോസിറ്റ്. ബിക്കോസ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ എന്താണ് പറഞ്ഞാൽ കോഷൻ ഡെപ്പോസിറ്റിൻ്റെ 80% വരെ എന്ത് പോകുള്ളൂ, വർക്ക് ഓർഡേഴ്സ് പുറത്തേക്ക് പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 50% വരെ 15% വരെ കോഷൻ ഡെപ്പോസിറ്റ് റൈസ് ചെയ്യണം. പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഈ ഫയലൊക്കെ കെട്ടിവെച്ചു. അങ്ങനെയല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്നിട്ട് പിന്നെ എന്തെങ്കിലും അഡീഷണൽ റിക്വയർമെൻറ്റ് വന്നാൽ നേരത്തെ പറഞ്ഞ മീറ്റിങ്ങുകളില്ലേ 4-5 മീറ്റിങ്ങുകൾ, ഈ 5 മീറ്റിങ്ങുകളിൽ കൂടി ആദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോകണം. എന്നിട്ട് ആ ഫയലിനെ വീണ്ടും അപ്ഡേറ്റ് ചെയ്ത് എന്നിട്ട് വേണം പണി തുടങ്ങാൻ. എന്നാൽ മാത്രമേ ക്വാളിറ്റി നമ്മൾ ഉദ്ദേശിച്ച പോലെ ക്ലയൻറ്റിൻ്റെ ഡ്രീമിനനുസരിച്ച് ആ വീട് വരുള്ളൂ. ഇല്ലെങ്കിൽ പ്ലാനൊന്ന് വേറൊരു സാധനം വീട് വേറൊന്നായി മാറാൻ സാധ്യതയുണ്ട്. അതും പോരാതെ 5th മീറ്റിങ്ങിനാകുമ്പോഴേക്ക് എല്ലാം 100% ഫ്രീസ്ഡ് ആയിരിക്കണം. റൈറ്റ്, അപ്രൂവ്ഡ്. എന്നിട്ട് ക്ലയൻറ്റ് അപ്രൂവ് ചെയ്ത് ഇനീഷ്യേഷൻ വർക്ക് തുടങ്ങാനുള്ള സംവിധാനത്തിലേക്ക് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നു. എന്നിട്ട് പിന്നെന്താ പണി? പിന്നെ ഒന്നുമില്ല. ആ എക്സിക്യൂഷൻ ഓഫ് SOP അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ആ SOP ഹൗ ടു എക്സിക്യൂട്ട് എന്നുള്ളത് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് മാത്രമേ വർക്കുള്ളൂ. അതിനെന്താ അടുത്ത് ആദ്യം ചെയ്യേണ്ടത്? വർക്ക് കോൺട്രാക്റ്റ് അപ്രൂവൽ ചെയ്യും. അതായത് വർക്കർക്ക് കൊടുക്കുന്ന കോൺട്രാക്ട്. ബിക്കോസ് നേരത്തെ പറഞ്ഞു പണിക്കാർ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വർക്ക് ചെയ്യുന്നവരെയാണ്. അതായത് അവരുടെ 12 ആൾ രജിസ്റ്റർ ചെയ്തിട്ട് 8 ആൾ പണിയെടുക്കുക എന്ന് പറഞ്ഞിട്ട് പൈസ ഫണ്ടോ എന്തെങ്കിലും ഇല്ലാതെ ഒരു ദിവസം ഒന്നും പണി നിൽക്കാൻ ഒരിക്കലും പാടില്ല എന്നുള്ളത് അതിൻ്റെ സീരിയസ്നെസ് നമ്മൾ ക്ലയൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ബാങ്കുകളിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. ബിക്കോസ് ഏതെങ്കിലും ഒരു സമയത്തും ഒരു ഫിനാൻഷ്യൽ ഫ്ലോൻ്റെ കുറവ് എന്തെങ്കിലും വന്നിട്ട് നമ്മുടെ ഒരു വെൻഡറോ
നമ്മുടെ ഒരു വർക്കർക്കോ പേയ്മെൻറ്റ് സമയത്ത് പോകാതിരിക്കുകയോ ക്ലയൻറ്റിന് അല്ല വർക്ക് സ്റ്റോപ്പ് ആവുകയോ ചെയ്യാം. പേയ്മെൻറ്റ് കറക്റ്റായിട്ട് പോകാതിരിക്കുക വരില്ല, നമ്മൾ കട്ട് ചെയ്ത് പോകും ഇവിടെ കോഷൻ ഡെപ്പോസിറ്റ്. എന്നാലും വർക്കും സ്റ്റോപ്പ് ആവാൻ പാടില്ല ഒരു കാരണവശാലും. ബിക്കോസ് വർക്ക് സ്റ്റോപ്പ് ആയാൽ ആ വർക്കേഴ്സിന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവും. ഈവൻ ബുദ്ധിമുട്ടുണ്ടായി വേറെ എവിടെ എൻഗേജ് ആയാലോ വീണ്ടും ഡിലേ ആവും. അപ്പോൾ അതുകൊണ്ട് വർക്ക് കോൺട്രാക്ട് അപ്രൂവൽ ചെയ്തു. അത് കഴിഞ്ഞാൽ ഓരോ വർക്ക് ഓർഡേഴ്സും പി ഒസും ക്ലയൻറ്റ് അപ്രൂവ് ചെയ്ത് പോകണം. നേരത്തെ വർക്ക് ഓർഡേഴ്സും പി ഒസും ഇനീഷ്യലി എന്താ പറയുക വരയ്ക്കാൻ അങ്ങനത്തെ ചെറിയ വർക്ക് ഓർഡേഴ്സൊക്കെ നേരത്തെ അപ്രൂവ് ചെയ്ത് ശീലിച്ചിട്ടുണ്ടാവും. അപ്പോൾ അറിയും. എന്നാലും ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നത് മാത്രം. വർക്ക് ഓർഡേഴ്സും പി ഒസും മുഴുവൻ ക്ലയൻറ്റ് അപ്രൂവ് ചെയ്യണം. അത് കഴിഞ്ഞാൽ പ്രീ കൺസ്ട്രക്ഷൻ അറേഞ്ച്മെൻറ്റ്, സൈറ്റിൽ ഷെഡുകൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. പിന്നീട് അത് കഴിഞ്ഞാലോ തീർച്ചയായിട്ടും വീടുകൾ വാസ്തുപ്രകാരം അല്ലേ നമ്മൾ വരച്ചിട്ടുണ്ടാവും, അതേ വാസ്തു ഒപ്പീനിയനൊക്കെ ഉണ്ടാവും, അതൊക്കെ ചെക്ക് ലിസ്റ്റിലുണ്ടാവും. ഒപ്പം ഭൂമി പൂജ ഇവിടെ വർക്ക് സ്റ്റാർട്ടിങ്. അത് ഓരോ ആളുകളുടെ വിശ്വാസത്തിനനുസരിച്ച് ഭൂമി പൂജ ചെയ്യേണ്ടവരാണെങ്കിൽ അങ്ങനെ, അല്ല ചർച്ച് എന്നുള്ള പ്രാർത്ഥനയാണെങ്കിൽ അങ്ങനെ, അല്ല മോസ്ക് എന്നുള്ള പ്രാർത്ഥന, എവിടുന്നോ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അടുത്തത് ഓരോ പി ഒ ജനറേറ്റ് ചെയ്യുന്നതും എത്ര പി ഒസും വർക്ക് ഓർഡേഴ്സും ഒരു കാരണവശാലും 80% ഓഫ് കോഷൻ ഡെപ്പോസിറ്റിൻ്റെ മുകളിൽ ജനറേറ്റ് ചെയ്യില്ല എന്നുള്ള വസ്തുത. അങ്ങനെയാണ് അതിൻ്റെ സ്കീം സെറ്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ അകത്ത്. അത് സിസ്റ്റം കൺട്രോൾ ആണെന്നുള്ള വസ്തുത ക്ലയൻറ്റിനെ ബോധിപ്പിക്കുന്നു. 15% CDPPMC ഉള്ള കേസിൽ. വേറെ അപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഫ്ലാറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ 20% CDPPMC വാങ്ങിക്കുന്നത്. അതിൽ 75% മുകളിൽ പി ഒസും വർക്ക് ഓർഡേഴ്സും പോവില്ല. ഈ വസ്തുത ക്ലയൻറ്റിനെ ബോധിപ്പിക്കുന്നു. അടുത്തത് ഏത് മെറ്റീരിയൽ സൈറ്റിൽ വന്നാലും അതിൻ്റെ വർക്ക് SRV അവിടുന്ന് സൈറ്റിൽ മേസ്തിരി അടിച്ച് അത് കഴിഞ്ഞ് കോൺട്രാക്ടർ അപ്രൂവ് ചെയ്ത് അത് കഴിഞ്ഞ് സൂപ്പർവൈസർ അപ്രൂവ് ചെയ്താൽ 24 hours SRVൻ്റെ ആണെങ്കിലും വർക്ക് കംപ്ലീഷൻ്റെ ആണെങ്കിലും പേയ്മെൻറ്റ് ക്ലയൻറ്റ് ചെയ്യണം ക്ലയൻറ്റിൻ്റെ പോർട്ടലിൽ. റൈറ്റ്? ഇല്ലാത്ത പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ക്ലയൻറ്റിന് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിക്കൊണ്ട് കോഷൻ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ആ കോഷൻ ഡെപ്പോസിറ്റിൽ നിന്ന് കട്ടായിട്ട് ആ പൈസ പോവുകയും അതിന് 0.9% നമ്മുടെ ബിൽ മാനേജ്മെൻറ്റ് ചാർജസ് കട്ടാവുകയും ചെയ്യും. റൈറ്റ്? അതിന് എച്ച് ഡി ഇനി വേറെ ഏതെങ്കിലും ഒരു കേസിൽ കോഷൻ ഡെപ്പോസിറ്റ് ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ പൈസ കൊടുക്കാൻ ക്ലയൻറ്റ് ബാധ്യസ്ഥരാണ്. റൈറ്റ്? പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഓരോ സ്റ്റേജിൻ്റെയും QC ചെക്ക് ലിസ്റ്റ് സ്റ്റോർ റെസിപ്റ്റ് വച്ചോറ് വരുമ്പോൾ അത് മെറ്റീരിയൽ അവിടെ വരുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി പാരാമീറ്റർ എങ്ങനെയാണ് ചെക്ക് ചെയ്യണത്, ക്വാണ്ടിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യണമെന്നുള്ള അതിൻ്റെ ചെക്ക് ലിസ്റ്റിൻ്റെ വിസിബിലിറ്റി ക്ലയൻറ്റിനുണ്ടാവും, ക്ലയൻറ്റിന് കാണാൻ പറ്റും. അതേപോലെ തന്നെ അടുത്ത മെറ്റീരിയൽ സൈറ്റിൽ ഇറങ്ങുമ്പോൾ ആ മെറ്റീരിയലിൻ്റെ യൂട്ടിലിറ്റി ഓരോ പി ഒസിൽ എത്ര മെറ്റീരിയൽ യൂസ് ചെയ്തു എന്നുള്ള ക്ലയൻറ്റിന് കാണാൻ പറ്റും. അടുത്തത് ഓരോ സ്റ്റേജ് വൈസ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ സ്റ്റേജിൽ എങ്ങനെ കംപ്ലീറ്റ് ചെയ്തു, അതിൻ്റെ ക്വാളിറ്റി പാരാമീറ്റേഴ്സ്, അതിൻ്റെ ട്രിക്സും ടിപ്സും അതൊക്കെ വെരിഫൈ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ വിസിബിലിറ്റി ക്ലയൻറ്റിനുണ്ടാവും. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ് ടു ഫൈനൽ കംപ്ലീഷൻ കഴിയുമ്പോൾ ടോട്ടൽ മെറ്റീരിയലിനെ ഗ്രൂപ്പ് ചെയ്തിട്ട്, അതായത് നമ്മുടെ ഒരു 10 ബേസിക് ഗ്രൂപ്പ്സ് ഉണ്ടാവും. ആ ഗ്രൂപ്പ്സിൻ്റെ അനുസരിച്ച് എത്ര സിമെൻറ്റ് ഫോർ എക്സാമ്പിൾ യൂസ് ചെയ്തു, എത്ര സ്റ്റീൽ യൂസ് ചെയ്തു, അങ്ങനെ ക്ലയൻറ്റിന് കാണാനും അത് വേണമെങ്കിൽ ക്ലയൻറ്റിന് തേർഡ് പാർട്ടി വെച്ച് ഒരു എന്താ പറയുക പിയർ റിവ്യൂവറെ വെച്ചിട്ട് റിവ്യൂ ചെയ്ത് മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ബോധ്യപ്പെടാൻ വരെയുള്ള ആ സാധ്യതയാണ് നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ അകത്തൂടെ നമ്മൾ ക്ലയൻറ്റിന് ഓഫർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആഫ്റ്റർ ഫൈനൽ കംപ്ലീഷൻ ഈ കോൺട്രാക്ട് വർക്ക് സൂപ്പർവൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ആൾ കോൺട്രാക്ട് സൂപ്പർവൈസ് ചെയ്യുന്ന അവർ വർക്ക് കംപ്ലീഷൻ സബ്മിറ്റ് ചെയ്ത 5 ദിവസത്തിനകം വിത്തിൻ 5 days ക്ലയൻറ്റിൻ്റെ 6ാമത്തെ മീറ്റിംഗ് സൈറ്റിൽ വരും. നേരത്തെ ഏതൊക്കെയാണ് മീറ്റിംഗ്? ഫസ്റ്റ് മീറ്റിംഗ് സൈറ്റിലായിരുന്നു, പിന്നുള്ള 4 മീറ്റിങ്ങുകൾ മറ്റേ എന്താണ് ഓഫീസിലായിരുന്നു അല്ലെങ്കിൽ ഓൺലൈനിലായിരുന്നു. ഇത് 6ാമത്തെ മീറ്റിംഗ് സൈറ്റിലാണ്. ഇതെന്തിനാണ് ഈ മീറ്റിംഗ്? ക്ലയൻറ്റിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ ഓതറൈസ്ഡ് പേഴ്സൺസിൻ്റെ ഓതറൈസ്ഡ് വളരെ വേണ്ടപ്പെട്ടവരായിരിക്കും 2-3 ആളുകൾ. അവരുടെ പ്രസൻസിൽ ചിലപ്പോൾ വർക്കർ, ചിലപ്പോൾ മേസ്തിരി, കോൺട്രാക്ടർ, ചിലപ്പോൾ വേറെ ആരെങ്കിലും വേണ്ടെന്നുണ്ടെങ്കിൽ അവർ കൺസേൺഡ് ആളുകൾ. ബിക്കോസ് ടാപ്പ് ഇലക്ട്രിസിറ്റി ഒക്കെ ഓരോരുത്തരും ചെയ്തിട്ടുണ്ടാവുക. ഫിസിക്കൽ ചെക്ക് ഡോർ ടു ഡോർ, അതായത് സ്റ്റാർട്ട് ഡോറും തുടങ്ങിയിട്ട് എല്ലാ പോയിന്റുകളിൽ കൂടെയും പോയി തിരിച്ച് ഫങ്ഷനാലിറ്റി ചെക്ക് ചെയ്യണം. ഓരോ സ്വിച്ച് വിട്ട് നോക്കണം, ഓരോ ടാപ്പ് തുറന്ന് നോക്കണം, പ്രഷർ ചെക്ക് ചെയ്യണം. എല്ലാ മാറ്ററും ചെക്ക് ചെയ്ത് ഉറപ്പിക്കുന്ന 6ാമത്തെ ക്ലയൻറ്റ് മീറ്റിംഗ്. അപ്പോൾ ELCB എങ്ങനെയാണ്, MCB എങ്ങനെയാണ് വർക്ക് ചെയ്യണം, കറണ്ട് ട്രിപ്പായ എന്ത് ചെയ്യണം, മെക്കാനിക്കലി എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, മോട്ടർ എവിടെ ഇടണം, മോട്ടർ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇലക്ട്രിക്കലി കൺട്രോൾഡ് ഗേറ്റ് ആണെങ്കിൽ അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഗേറ്റ് എങ്ങനെ അടയ്ക്കണം, ഏതൊക്കെ ലൈറ്റിൻ്റെ ഏതൊക്കെ സ്വിച്ചാണ്, അങ്ങനെ എവറിത്തിങ്, ഡോർ അടയ്ക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുന്ന ക്ലയൻറ്റ് വിസിറ്റാണ് 6ാമത്തെ വിസിറ്റ്. ക്ലിയർ? ഇനി 7ാമത്തെ ക്ലയൻറ്റ് വിസിറ്റ് അടുത്തത്.
ക്ലയൻറ്റ് ഐതർ 6ാമത്തെ വിസിറ്റ് കഴിഞ്ഞ് അങ്ങനെ ഓഫീസ് ചെയ്യുന്നു, പക്ഷേ ഒരിക്കലും കഴിയില്ല. ബിക്കോസ് 2-3 മണിക്കൂർ സൈറ്റിൽ നിന്ന് വീണ്ടും ഓഫീസിൽ ചെയ്യുമ്പോൾ പിന്നെ ടയേർഡ് ആവാൻ സാധ്യതയുണ്ട്. ഇല്ല എങ്കിൽ പിന്നെ ഒരു ദിവസത്തേക്ക് വയ്ക്കണം, അല്ലെങ്കിൽ ഓൺലൈനിൽ ആയിരിക്കും ആ മീറ്റിംഗ് ഉണ്ടാവുക. അത് 7ാമത്തെ മീറ്റിംഗ് ഓഫീസിലായിരിക്കും ഉണ്ടാവുക. അതിൽ കൃത്യമായിട്ട് PMC പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റ് ഉണ്ടാവും. ഈ 6ാമത്തെ മീറ്റിംഗ് പറയുന്നതിൽ APMC ഉണ്ടാവുള്ളൂ സൈറ്റിൽ. 7ാമത്തെ മീറ്റിങ്ങിൽ PMC പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ്, APMC ഡോക്യുമെൻറ്റേഷൻ കൺസൾട്ടൻറ്റ്, DSM മറ്റേ BM അതിൻ്റെ QS എല്ലാവരും കൂടി ഇരുന്നിട്ട് ബ്രീഫ് ചെയ്തിട്ട് യൂസർ മാനുവൽ ബ്രീഫ് ചെയ്യും. പീരിയോഡിക്കൽ മെയിൻ്റെനൻസ്, ഇനി എത്ര വർഷം കഴിഞ്ഞാൽ പെയിൻ്റ് അടിക്കണം, നമുക്ക് കേരളത്തിലെ അന്തരീക്ഷത്തിൽ നമുക്ക് 2-3 കൊല്ലം കഴിഞ്ഞാൽ റൂഫ് ടോപ്പ് ചെയ്യാം, അത് ഇന്ന എലിവേഷനിലാണ് ഇത് ചെയ്തിട്ടുള്ളത്, ഇതുപോലെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ എലിവേഷൻ പോവും. അങ്ങനെ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എത്ര കൊല്ലം കൂടുമ്പോഴാണ് പെയിൻ്റ് അടിക്കേണ്ടത്, പിന്നെ ഫ്യൂച്ചർ സർവീസ് നിങ്ങൾ ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ്, ബിക്കോസ് ആഫ്റ്റർ സെയിൽസ് നമുക്കുണ്ടല്ലോ, അതെങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. ഡോക്യുമെൻറ്റേഷൻ കൺസൾട്ടൻറ്റ് എന്ത് പറഞ്ഞു കൊടുക്കും, അടുത്തത് ഇനി എന്നാണ് ടാക്സ് അടയ്ക്കേണ്ടത്, റവന്യൂ ടാക്സ് എന്നാണ് അടയ്ക്കേണ്ടത്, പഞ്ചായത്ത് ടാക്സ്, അങ്ങനെ എല്ലാ പീരിയോഡിക്കലായിട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി ഒരു 15,000 രൂപ ഇപ്പോൾ അത് ചിലപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് മാറി ഡിസൈഡ് ചെയ്ത് പോകും. കോഷൻ ഡെപ്പോസിറ്റിലേക്ക് അവിടെ ഫിക്സ് ചെയ്യുകയും ചെയ്യും, അതിൻ്റെ മറ്റേ പീരിയോഡിക്കൽ മെയിൻ്റെനൻസിൻ്റെ കോഷൻ ഡെപ്പോസിറ്റ്. ബിക്കോസ് 1-2 ആഴ്ച കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ അവിടെ നിന്ന് PM ആണെങ്കിലോ അല്ലെങ്കിൽ APM ആണെങ്കിലോ സൈറ്റിൽ പോയാൽ അവർക്കുള്ള ഫിക്സ് ചെയ്തിട്ടുള്ള ഫീസ് ഉണ്ടാവും, മണിക്കൂറിന് 1000, 1500 അത്രയാണ് പറഞ്ഞത്. അത് കട്ട് ചെയ്ത് ഒന്നുകിൽ ഈ 15,000 കോഷൻ ഡെപ്പോസിറ്റ് കട്ട് ചെയ്ത് പോകും, ആ 0.9% കൂടി കട്ട് ചെയ്തിട്ട്, ഇല്ല എങ്കിൽ അവർ ഡയറക്റ്റ് പേ ചെയ്താൽ ഇത് വീണ്ടും ലോഡാവും. അങ്ങനെ ആഫ്റ്റർ സെയിൽസിന് പിന്നീട് വല്ല ഒരു ആശാരിനെ അയക്കണം. അപ്പോൾ അങ്ങനെ എന്ത് വരികയാണെങ്കിലും ഇതിൻ്റെ അകത്ത് കൂടെ ഈ കോഷൻ ഡെപ്പോസിറ്റ് ലൈറ്റിലായിരിക്കും ആ POs പോവുക, വർക്ക് ഓർഡേഴ്സും പോവുക. അല്ല അതിന് കൂട്ടേണ്ടി വരികയാണെങ്കിൽ പിന്നെ നാളെ കുറച്ചും കൂടി പണികളോട് ചെയ്യാനുണ്ട്, ഈ 15,000 തികയില്ല എന്ന് പറയുകയാണെങ്കിൽ അവർ കോഷൻ ഡെപ്പോസിറ്റ് വീണ്ടും മറ്റേ അന്ന് ചെയ്ത പോലെ ആഡ് ചെയ്ത് വീണ്ടും അതിൻ്റെ പണി കഴിഞ്ഞ് മുന്നോട്ട് പോകും. അപ്പോൾ ചെറിയ വർക്കുകൾ കോഷൻ ഡെപ്പോസിറ്റ് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ CDPPMC ചാർജസിൽ ഡിഫറൻസ് വരും. ഇപ്പോൾ ഉള്ള 15% ആണ്, അത് ചിലപ്പോൾ 20% വരും. പക്ഷേ സംഭവം നമ്മുടെ ലോജിക്ക് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ എത്ര % നമ്മൾ എടുത്താലും ആ പെർസെൻറ്റേജിൻ്റെ താഴെ ആയിരിക്കണം, അതിനേക്കാളും കൂടുതൽ അവർക്ക് എന്ത് കിട്ടണം, പ്രോഫിറ്റ് സേവിങ്സ് കിട്ടണം എന്നർത്ഥം, റൈറ്റ്. പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ TV എക്യുപ്മെൻറ്റ്സ്, അതായത് നമ്മൾ വർക്കൽ എഞ്ചിനീയറിംഗിൽ പ്രിസൈസ്ഡ് എഞ്ചിനീയറിംഗിൽ ഇൻവോൾവ്മെൻ്റ് ഉള്ളതിൽ 15% 20% ആയിരിക്കും CDPPMC ചാർജ്. അത് ഈ ഒരു 20 ലക്ഷം രൂപയുടെ മുകളിലുള്ള വർക്കുകളാണെങ്കിൽ അതിൽ 15%, അതിൻ്റെ താഴെയുള്ള വർക്കുകളാണെങ്കിൽ 20%, ഒപ്പം അപ്പാർട്ട്മെൻറ്റ്സ് അതുപോലുള്ള കേസാണെങ്കിൽ 20% ആയിരിക്കും CDPPMC ചാർജ്. അതേസമയം ഫർണിച്ചർ, TV കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ 5% ആയിരിക്കും CDPPMC ചാർജ് ഉണ്ടാവുക, റൈറ്റ്. അത്രേ ഉണ്ടാവുള്ളൂ, ബിക്കോസ് അത്രയല്ലേ അതിന് വേണ്ടു, നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് അത്രയേ ഉള്ളൂ, റൈറ്റ്. പിന്നെ അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ടു പ്രൊവൈഡ് പീരിയോഡിക്കൽ മെയിൻ്റെനൻസ് മാനുവൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതിൻ്റെ മാനുവൽ കൊടുക്കുക. ഇനി എത്ര കൊല്ലം കഴിഞ്ഞാൽ പെയിൻ്റ് അടിക്കണം, അത് കഴിഞ്ഞ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എത്ര കൊല്ലം പൈപ്പിനൊക്കെ ഗ്യാരണ്ടി ഉണ്ടാവും, അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, എങ്ങനെയാണെന്നുള്ളതിൻ്റെ മാനുവൽ കൊടുത്തു, കഴിഞ്ഞ പരിപാടി ക്ലിയർ, പ്രോജക്റ്റ് ക്ലോസ് ആയി. ഇനി ഇതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏരിയയും കൂടി ഒന്ന് പറയാം. ആദ്യം LSR, അതായത് ക്ലയൻറ്റിൻ്റെ സ്ഥലമാണെങ്കിലും നമ്മുടെ സ്ഥലമാണെങ്കിലും LSR, അതായത് LSR പറഞ്ഞാൽ അതായത് നമ്മുടെ പ്ലോട്ടിൻ്റെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, ഡോക്യുമെൻ്റ് സ്ക്രൂട്ടിനി സർട്ടിഫിക്കറ്റ്, ഡോക്യുമെൻ്റ് സ്ക്രൂട്ടിനി റിപ്പോർട്ട്, അതാണ് LSR എന്ന് പറഞ്ഞത്. അത് ക്ലയൻറ്റ് കണ്ട് അപ്രൂവ് ചെയ്യാം, റൈറ്റ്. ക്ലയൻറ്റിന് മനസ്സിലാവണം അവൻ്റെ സ്ഥലം അതെങ്ങനെയാണ്, അതിൽ തണ്ടപ്പേരുണ്ടോ, എന്തൊക്കെയാണ്, അത് ആധാരമാണ്, ഇന്ന ആധാരമാണ്, അതെല്ലാം ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കണം ഡോക്യുമെൻറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഈ ഡോക്യുമെൻ്റ് കൺസൾട്ടൻറ്റ്, റൈറ്റ്. അടുത്തത് ഡോക്യുമെൻറ്റേഷൻ കൺസൾട്ടൻറ്റ്. അടുത്തത് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടിയാൽ എത്ര സ്ക്വയർ ഫീറ്റാണ് നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടിയാൽ എന്താണ്, അതും എല്ലാം ഡീറ്റെയിൽ ചെയ്ത് കൊടുത്ത് ക്ലയൻറ്റിൻ്റെ അപ്രൂവൽ എടുക്കും. അത് പ്രകാരമേ ബിൽഡ് ചെയ്യാൻ പാടുള്ളൂ. ഒരു കാരണവശാലും ബിൽഡിംഗ് പെർമിറ്റ് ഇല്ലാത്തൊരു സാധനം ബിൽഡ് ചെയ്യരുത്, അങ്ങനത്തെ സ്ഥിതി ഉണ്ടാവാൻ പാടില്ല. അടുത്തത് കംപ്ലീഷൻ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതും ക്ലയൻറ്റിന് പറഞ്ഞിട്ട് അപ്രൂവ് ചെയ്യും. അടുത്തത് ഓൾ കണക്റ്റഡ് സ്റ്റാറ്റ്യൂട്ടറി ഡോക്യുമെൻറ്റ്സ്, പൊസഷൻ സർട്ടിഫിക്കറ്റ് എത്ര മാസം കൊണ്ടാണ് കഴിഞ്ഞാലാണ് വീണ്ടും എടുക്കേണ്ടത്, ടാക്സ് അപ്ലൈ അടയ്ക്കേണ്ടത്, റവന്യൂ ടാക്സ് അപ്ലൈ അടയ്ക്കേണ്ടത്, പഞ്ചായത്ത് ടാക്സ് അടയ്ക്കുക, ഇതെല്ലാം പഠിപ്പിക്കേണ്ടത് നമ്മൾ ഡോക്യുമെൻറ്റേഷൻ കൺസൾട്ടൻറ്റിൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ്. ഹോപ്പ് ഇത് നമ്മുടെ SOPൻ്റെ അകത്ത് ക്ലയൻറ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ട് SOPയിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഓഫ് കമ്പനിയിൽ ഉണ്ടാവും. അത് നമ്മുടെ ഒപ്പം നിൽക്കുന്ന ക്ലയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന എല്ലാവരും വായിക്കുകയും, ഞാനിപ്പോൾ ഈ പറയുന്ന ഈ വീഡിയോൻ്റെ അർത്ഥം 39 മിനിറ്റ് ഉണ്ട്, നിങ്ങൾക്ക് 39 മിനിറ്റ് ചിലവാക്കിയേ പറ്റൂ. 2-3 പ്രാവശ്യം കേൾക്കണം, കേട്ടാലാണിത് നമ്മുടെ കൃത്യമായിട്ടുള്ള ലോജിക്ക്. ഒരു ക്ലയൻറ്റിന് എന്ത് എക്സ്പീരിയൻസ് ആണ് നമ്മൾ CDPPMC മോഡലിൽ കൂടെ CT ബിൽഡേഴ്സ് ആപ്പ് ഓഫർ ചെയ്യണമെന്ന് നമ്മുടെ ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സും
ക്ലയൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നവർ മനസ്സിലാക്കി അത് പൂർണ്ണ അർത്ഥത്തിൽ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് ഡെലിവറി ചെയ്യാൻ തുടങ്ങിയാൽ മാത്രമാണ് നമ്മുടെ മോഡൽ സക്സസ് ആവുക. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സുണ്ടാവട്ടെ. അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞത് ക്ലാസ് പോലെയാണ്. അതിന് മനസ്സിലാക്കുമ്പോൾ ഇനി നിങ്ങൾക്ക് മൾട്ടി ഡൈമെൻഷനൽ മെസ്സേജ് അല്ലെങ്കിൽ മെത്തേഡ് അതിൻ്റെ അകത്ത് മനസ്സിലാവും. അത് ഫോളോ ചെയ്യുക. ക്ലയൻസിന് ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ എക്സ്പീരിയൻസ് കൊടുക്കുക. അത് ബുള്ളറ്റ് ചെയ്തിട്ട് SOP ഉണ്ടാവും. അത് വായിച്ച് മനസ്സിലാക്കി ഒന്നും കൂടി ഉൾക്കൊള്ളിച്ചിട്ട് ഈ പറയുന്ന കാര്യത്തിന് പ്രാക്ടീസ് ചെയ്യുക ക്ലയൻസിൻ്റെ പുറത്ത്. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്.